ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ഈ അടുത്ത വീഡിയോ എസ് എൽ എങ്ങനെ സെറ്റ് ചെയ്യാം, അതായത് എസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. എസ് എൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നു, അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ എങ്ങനെയാണോ പ്രാക്ടിക്കലായിട്ട് എൻ്റെ ട്രേഡിൽ ഞാൻ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ചിലർക്ക് എതിരഭിപ്രായം കാണാം, അല്ലെങ്കിൽ ഈ പറയുന്ന വേറൊരു ട്രേഡർ അയാളുടെ ലോജിക്കിൽ വേറൊരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. അതൊക്കെ ഡിപ്പെൻസ് ആണ്, അതായത് പേഴ്സൺ ടു പേഴ്സൺ അത് അവരുടെ ലോജിക്കിനനുസരിച്ച് വ്യത്യാസം വരാം. പക്ഷെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അതിന് ഞാൻ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ, എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ സ്റ്റോക്ക് എടുത്തു. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള സ്റ്റോക്കാണ്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യം നമ്മൾ എൻട്രിക്ക് വേണ്ടി എൻട്രി എടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമല്ലേ നമുക്ക് സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ഞാൻ എൻട്രി എടുക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് എവിടെയൊക്കെയാണ് എനിക്ക് സപ്പോർട്ട് കിട്ടുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺ ഉള്ളതെന്നൊക്കെ ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ജസ്റ്റ് ഓടിച്ച് നോക്കുന്നുള്ളൂ. ഞാൻ കൂടുതലായിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്യൊന്നും ചെയ്യുന്നില്ല, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ട്രെൻഡ് ലൈൻ എടുത്തു, നേരെ സ്റ്റോക്ക് എടുത്തു. സ്റ്റോക്ക് സ്ക്രിപ്റ്റ് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ വീക്ക്ലി ചാർട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നേരെ ട്രെൻഡ് ലൈൻ എടുത്തു, ഇവിടെ നേരെ ഒറ്റ വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മാക്സിമം ടച്ച് ഇവിടങ്ങളിലെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഇതിനെ നേരെ താഴോട്ടിറക്കി വെച്ചു. ഈ വിക്ക് എടുത്തിട്ട് ഞാൻ നേരെ കുറച്ചുകൂടി ഒന്ന് പൊക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഇവിടെയും കൂടെ എനിക്കൊരു സപ്പോർട്ട് കിട്ടി. ഓക്കെ, അപ്പം ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഈ ലോജിക്കിനകത്ത് ഒരു ടച്ച് ഇവിടെ കിട്ടി, ഒരു ടച്ച് ഇവിടെ കിട്ടി, ഏകദേശം ഇവിടെ ടച്ച് വന്നിട്ട് ഷാർപ്പായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ എനിക്ക് എൻ്റെ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് മീൻസ് എനിക്ക് ട്രെൻഡ് ലൈനിൽ ഇവിടെ ഒരു റെസ്പെക്റ്റ് തരുന്നുണ്ട് ആ ക്യാൻഡിൽ. അപ്പോൾ അത് ഞാൻ ടച്ചായിട്ട് കണക്കാക്കിയില്ലെങ്കിൽ പോലും അത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ എനിക്ക് ടച്ച് വന്നു, ഇവിടെ ടച്ച് വന്നു. ഓക്കെ, ഞാനപ്പം ഇതിൻ്റെ അടുത്തൊരു സപ്പോർട്ട് ലൈനൂടെ വരയ്ക്കാൻ പോവാണ്. സപ്പോർട്ട് ലൈൻ ഞാൻ നേരെ ജസ്റ്റ് എടുത്ത് നേരെ നീട്ടി വരച്ചപ്പോൾ ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കുക എന്ന് പറയുന്നതെല്ലാം നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ യുക്തിക്കനുസരിച്ച് അല്പം നീട്ടിയോ കുറുക്കിയോ ഒക്കെ വരയ്ക്കേണ്ടത്, അത് നമ്മളുടെ യുക്തിക്കനുസരിച്ച് നമുക്കത് ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ ജസ്റ്റ് ഒന്ന് വരച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കിട്ടി, ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് കിട്ടി. എൻ്റെ ട്രെൻഡ് ലൈനിലുള്ള സപ്പോർട്ട് അനുസരിച്ച് എനിക്ക് ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്ത് താഴെ പോയി. പക്ഷേ ഇവിടെ വന്നിട്ട് നേരെ റിവേഴ്സൽ എൻട്രിയാണ്. നേരെ റിജക്ഷൻ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. റിജക്ഷൻ ക്യാൻഡിൽ തന്നു, ഇവിടെ ട്രെൻഡ് ലൈനിൽ ബ്രേക്ക് നേരെ മുകളിൽ വന്നു. ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു റീടെസ്റ്റ് തന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വോളിയം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു മൊമെൻറ്റം ക്യാൻഡിൽ കിട്ടുന്നിടം വരെ എൻട്രിക്ക് വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ സപ്പോസ് വിചാരിക്കുകയാണ് എനിക്ക് ഇവിടെ ഒരു മൊമെൻറ്റം ക്യാൻഡിൽ തന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ വെക്കും എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, എനിക്കിപ്പം ഞാനൊരു അസ്യൂം ചെയ്യുകയാണ്, ഇവിടെ എനിക്കൊരു മൊമെൻറ്റം ക്യാൻഡിൽ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ബ്രേക്ക് ഔട്ട് തന്നു, അടുത്ത ക്യാൻഡിൽ റീടെസ്റ്റ് ട്രെൻഡ് ലൈനിൽ റീടെസ്റ്റ് വന്നു. അതിൻ്റെ അടുത്ത ക്യാൻഡിൽ ഇവിടെ വോളിയത്തോട് കൂടിയിട്ട് ഒരു മൊമെൻറ്റം ക്യാൻഡിൽ വരുവാണെങ്കിൽ എൻ്റെ എൻട്രി ഇവിടെ എനിക്ക് ട്രിഗർ ആവും, എനിക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഏറ്റവും അധികം റിവേഴ്സൽ വന്നിരിക്കുന്ന റിവേഴ്സൽ പോയിന്റ് ഞാൻ കണക്കാക്കാം. റിവേഴ്സൽ പോയിന്റിൽ എനിക്ക് ഏറ്റവും നല്ല സപ്പോർട്ട്, ഹൊറിസോണ്ടൽ സപ്പോർട്ട് എവിടെ ഉണ്ടെന്ന് നോക്കും. ഞാൻ നേരെ ഇവിടെ വന്നിട്ട് ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാൻ പോവാണ്. ഇവിടെ എനിക്ക് അത്യാവശ്യം ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരെ താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം വേണ്ട ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ സപ്പോർട്ട് കിട്ടാൻ നേരത്ത് ഞാൻ അതിനെ ഒരു സോണാക്കി, എവിടൊക്കെയാണ് എനിക്ക് വരുന്നത് എന്നുള്ളൊരു സോണാക്കിയിട്ട് ഞാനൊരു സോൺ പോലെ വരയ്ക്കാൻ നേരത്ത് എൻ്റെ ഇത്രയും ഏരിയ എനിക്കൊരു സപ്പോർട്ട് ഏരിയയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, എനിക്ക് രണ്ട് ലോജിക്ക് അനുസരിച്ച് എനിക്ക് എസ് എൽ വെക്കാം. എങ്കിൽ എനിക്ക് അതായത് ഇവിടെ എനിക്ക് ഒരു ടച്ച്, രണ്ട് ടച്ച്, മൂന്ന് ടച്ച്, നാല് ടച്ച്, 5 ടച്ച്, ഇങ്ങനെ 5 ടച്ച് വരുന്നതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു മേജർ സപ്പോർട്ട് എന്ന രീതിയിൽ എനിക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ എനിക്ക് അടുത്ത ഒരു മേജർ സപ്പോർട്ട് എന്ന രീതിയിൽ അടുത്ത ഈ ഒരു സെക്ഷനും എനിക്ക് ഒരു സപ്പോർട്ട് സോൺ ആക്കി എനിക്ക് എടുക്കാം. അതെൻ്റെ യുക്തി അനുസരിച്ച് എനിക്ക് എൻ്റെ
ക്യാപിറ്റലും അതുപോലെ തന്നെ എനിക്ക് എത്രമാത്രം ലോസ് എനിക്ക് ബെയർ ചെയ്യാൻ പറ്റുമെന്നുള്ള എൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ച് എനിക്കത് എത്രമാത്രം ചെയ്യണമെന്നുള്ളത് എനിക്ക് പേഴ്സണലായിട്ട് ഇൻഡിവിജ്വൽ തീരുമാനം എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു ട്രേഡിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ SL ഞാൻ വെക്കുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് ഒന്നെങ്കിൽ ഈ സ്ഥലത്ത് ഞാൻ കയറ്റി വെക്കും, ഈ സ്ഥലത്ത് ഞാൻ കയറ്റി വെക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൃത്യം ഞാൻ കാരണം പറഞ്ഞു തരാം. ഞാൻ ഈ ഒരു ഏരിയ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് അത്യാവശ്യം നല്ല ഒരു സപ്പോർട്ട് സോണാണ്. നിങ്ങൾക്കിവിടെ സപ്പോർട്ട് സോൺ നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടെ ടച്ച് ചെയ്യുന്നു, ഇവിടെ ടച്ച് ചെയ്യുന്നു, ഇവിടെ എല്ലാം നമ്മൾ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഈ സപ്പോർട്ട് എടുത്തതിന് ശേഷം ഏകദേശം ഇവിടെ ആയിട്ട് എനിക്ക് വേറെ അടുത്ത ക്യാൻഡിലുകളെല്ലാം വന്ന് റിവേഴ്സൽ വരുന്നുണ്ട്. കണ്ടോ? ഈ ക്യാൻഡിലെല്ലാം ഇവിടെ അടിച്ച് ഇവിടെ റിവേഴ്സലാണ് വരുന്നത്, ഇവിടെ അടിച്ച് ഇവിടെ റിവേഴ്സലാണ് വരുന്നത്, ഇവിടെ റിവേഴ്സൽ വരുന്നുണ്ട്, ഇവിടെ റിവേഴ്സൽ വരുന്നുണ്ട്, ഇവിടങ്ങളിലെല്ലാം റിവേഴ്സൽ. അതായത് ഈ ഏരിയ കംപ്ലീറ്റ് എനിക്ക് ഒരു നല്ല സപ്പോർട്ടുള്ളതാണ്. അപ്പം ഞാൻ ആ ഏരിയ കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം ഒരു 4-5 രൂപ താഴോട്ട് ഇറക്കിയിട്ടാണ് ഞാൻ SL വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് എന്തെങ്കിലും കാരണവശാൽ എനിക്കിത് ഒരു റിവേഴ്സൽ വരികയാണെങ്കിൽ ഞാൻ നേരെ എൻ്റെ പ്രൈസ് ഇവിടെ വന്നതിന് ശേഷം എനിക്കിവിടെ എല്ലാം നല്ല സപ്പോർട്ട് പോയിന്റ് ഉള്ളത് കൊണ്ട് മിക്കവാറും ഇവിടെ നിന്നൊക്കെ തന്നെ SL അടിക്കാതെ തന്നെ ഇവിടെ നിന്നൊക്കെ തന്നെ റിട്ടേൺ അടിച്ച് റിവേഴ്സ് ചെയ്ത് എനിക്ക് എൻ്റെ തിരിച്ച് മുകളിലോട്ട് കയറാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ തന്നെ എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ പറഞ്ഞ ഇലക്ഷൻ റിസൾട്ട് പോലെ എന്തെങ്കിലും ഒരു ന്യൂസോ കാര്യങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ എടാപിടിന്ന് പെട്ടെന്ന് എൻ്റെ SL അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സപ്പോർട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ചെറിയൊരു 1-2-3 പോയിന്റ് കഴിഞ്ഞ് താഴോട്ട് ഇറക്കിയിട്ടാണ് ഞാൻ SL വെച്ചിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ SL പോയിന്റും മേജർ സപ്പോർട്ടും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ്, ഏകദേശം ഒരു 5 രൂപ 10 രൂപ എന്നുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് ഞാൻ ഇട്ടേക്കുവാണ് അവിടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈസ് അവിടെ വന്നതിന് ശേഷം നല്ല ഫ്ലെക്സിബിളായിട്ട് കയറി ഇറങ്ങി പ്രൈസിന് അവിടെ ഈസി ആയിട്ടൊരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ SL അല്പങ്ങളെ താഴ്ത്തിയാണ് ഇട്ടിരിക്കുന്നത്. ഞാനിവിടെ എത്രമാത്രം SL താഴ്ത്തിയിടുന്നോ അത്രമാത്രം എനിക്ക് ഇവിടുന്ന് മുകളിലോട്ട് എൻ്റെ പ്രോഫിറ്റിൻ്റെ സാധ്യതകൾ കൂടി ഞാൻ നോക്കിയിട്ടായിരിക്കും ഞാൻ ഇവിടെ ഇടുന്നത്. എൻ്റെ അടുത്ത ഒരു ടാർഗറ്റ് വരുന്ന ഏകദേശം ഈ ഒരു ഏരിയയിലാണ് എങ്കിൽ എൻ്റെ എൻട്രി ഇവിടെ ഞാൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം എൻട്രി ഞാൻ ഇവിടാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് കിട്ടാൻ പോകുന്നത് ഏകദേശം 22% എനിക്ക് എൻട്രി കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ്, അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള സ്റ്റോപ്പ് ലോസ് ഞാൻ നോക്കും. എന്നെ സംബന്ധിച്ച് ഈ സ്റ്റോപ്പ് ലോസ് എനിക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ ഇത്ര ഏരിയയ്ക്ക് അത് വലിച്ചെടുത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും വലിച്ചെടുത്തില്ല. കാരണം വെച്ചാൽ ഞാനൊരു 1:2 എന്നുള്ള രീതിയിൽ, അതായത് എൻ്റെ ലോസ് എനിക്ക് 1% എനിക്ക് ലോസ് എനിക്ക് എടുക്കാൻ ബെയർ ചെയ്യാൻ എനിക്ക് പറ്റുന്നതെങ്കിൽ ഞാനൊരു 2% എനിക്കൊരു ടാർഗറ്റ് ഇട്ടിട്ടായിരിക്കും ഞാനവിടെ ചെയ്യുന്നത്. 1:2 എന്ന റേഷ്യോയിലാണ് ഞാൻ സാധാരണ അതിൽ ഞാൻ നോക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്കവിടെ ലോസ് എടുക്കാനുള്ള എൻ്റെ കപ്പാസിറ്റി നോക്കി മാത്രമേ ഞാനവിടെ SL ഞാൻ വെക്കത്തുള്ളൂ. ഇതാണ് സാധാരണഗതിയിൽ ഈ രീതിയിലാണ് ആളുകൾ ചെയ്യാറുള്ളത്. ഒന്നെങ്കിൽ ഇവിടുന്ന് എനിക്ക് അടുത്ത ട്രെൻഡിലുള്ള എൻ്റെ ഒരു റിവേഴ്സൽ പോയിന്റ്, ട്രെൻഡ് ലൈനിലുള്ള റിവേഴ്സൽ പോയിന്റ് നോക്കി ആ പോയിന്റിലേക്ക് എത്രമാത്രം ടാർഗറ്റ് ഉണ്ടോ അത്രമാത്രം ടാർഗറ്റ് മനസ്സിലാക്കി അതിൻ്റെ പെർസെൻറ്റേജ് കണക്കാക്കി താഴേക്ക് ഇറക്കിയിടും. അതേപോലെ തന്നെ ഈ പറയുന്ന സോണുകളും എൻ്റെ സപ്പോർട്ട് സോൺ കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷമായിരിക്കും സാധാരണഗതിയിൽ ആളുകൾ ചെയ്യാറുള്ളത്. ഞാനും അതേ രീതിയിൽ തന്നെ എൻ്റെ കോൺസെപ്റ്റ് അതേ രീതിയിൽ തന്നെയാണ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ലോജിക്കും അതായിട്ട് മാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി നിങ്ങൾക്ക് ആലോചിച്ച് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അത്രയും ലോസ് എടുക്കാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതലോ കുറച്ചോ നിങ്ങൾക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യും, ഇത്രയും താഴെ പോകുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഒരു SL പ്ലാൻ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഇതിവിടെ SL പ്ലാൻ ചെയ്യാമെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കണ്ടോ, ഈ ഒരു പോയിന്റിൽ ഇവിടെ എല്ലാം നമുക്ക് റിവേഴ്സൽ പോയിന്റുകളാണ്. ഇതെല്ലാം വന്ന് ഇവിടെ റിവേഴ്സലാണ്, ഇവിടെ ക്യാൻഡിൽ റിവേഴ്സലാണ്, ഇവിടെ ക്യാൻഡിൽ റിവേഴ്സൽ വരുന്നുണ്ട്, ഏകദേശം ഇവിടെയും ക്യാൻഡിൽ റിവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ അത്യാവശ്യം ഇവിടെയും സപ്പോർട്ടുള്ള ഒരു ഏരിയയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും SL പ്ലാൻ ചെയ്യാം. ഇവിടെ ട്രെൻഡ് ലൈനിൽ നമുക്ക് നിൽപ്പുണ്ട്, ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടാനുണ്ട്. അപ്പോൾ ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ടുണ്ട്, ഹോറിസോണ്ടൽ ലൈനിൻ്റെ സപ്പോർട്ടുണ്ട്, ക്യാൻഡിലെല്ലാം വന്ന് ഇവിടെ റിവേഴ്സലും ആകുന്നുണ്ട്.
അപ്പോൾ അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പല പോസിബിലിറ്റി ഉണ്ട്. ഈ പോസിബിലിറ്റി എല്ലാം നമ്മൾ നോക്കി നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ഏരിയ നോക്കി എവിടെയാണോ നമുക്ക് ചെയ്യാൻ SL നമുക്ക് പ്ലാൻ ചെയ്യുന്നത്, അത് നമ്മളുടെ യുക്തിപരമായിട്ട് നമുക്കത് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനതിന് എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരാം. ഓക്കെ ദെൻ, താങ്ക് യു.